ഇതിന്റെ ഷവർ സിസ്റ്റം ഓട്ടോ ക്ലീനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഗതി അല്ലേ? ടർബോ റെയിൻസ് ടെക്നോളജി. ഇത് 2.5 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്, 4 ഫീറ്റ് ഉണ്ട്, 6 ഫീറ്റും ഉണ്ട്. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ ചൂടുണ്ടാവും, വെള്ളം ചൂടാവുമോ എന്നുള്ള ചോദ്യം. പിന്നെ വാട്ടർ ടാങ്ക്, അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജിന് വേണ്ടി സമ്പ്. നമസ്കാരം. നമ്മൾ വീട് വെച്ച് കഴിഞ്ഞ് അവസാന ഘട്ടത്തിലെത്തുമ്പോഴത്തേക്കും നമ്മൾ മേടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഏതാണ്? അത് വാട്ടർ ടാങ്കാണ്. ഈ വാട്ടർ ടാങ്ക് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് ഫാക്ടറിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഗുഡ്വില്ലിൻ്റെ 4 ലെയർ ആയിട്ടുള്ള സെൽഫ് ക്ലീനിങ് വാട്ടർ ടാങ്ക് അവരുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൂടിയാണ്. ഇന്ന് വരെ വന്നിട്ടുള്ളതിൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ളതിൽ റിസർച്ച് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടാതെ ഗുഡ്വില്ലിന് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോവുകയാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ ഗുഡ്വില്ലിൻ്റെ GM പ്രൊഡക്ഷൻ ആണുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. ഞാനിവിടെ ഒരു 10 മണിയായി എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു. എനിക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് A to Z കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം. നമ്മൾ ഗുഡ്വിൽ ബ്രാൻഡിൽ വാട്ടർ ടാങ്ക് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ വാട്ടർ ടാങ്ക്, സെപ്റ്റി ടാങ്ക് ഇങ്ങനെയുള്ള 2 സെഗ്മെൻറ്റിലാണ് നമ്മൾ പ്രൊഡക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. വാട്ടർ ടാങ്കിൽ തന്നെ സിലിണ്ടറിക്കൽ വാട്ടർ ടാങ്ക്, കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്വയർ ഉണ്ട്, ക്യാപ്സൂളുണ്ട്, അണ്ടർഗ്രൗണ്ട് സമ്പുണ്ട്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ്. അതിലേറ്റവും സിലിണ്ടറിക്കൽ വെർട്ടിക്കൽ ടാങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷനാണ് നമ്മുടെ മുന്നിൽ കാണുന്ന സെൽഫ് ക്ലീൻ ടാങ്ക്. സെൽഫ് ക്ലീൻ നമ്മൾ ഓട്ടോ ക്ലീൻ എന്നും പറയും. അപ്പോൾ ഈ ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയ വാട്ടർ സ്റ്റോറേജിൽ ഏറ്റവും നേരിടുന്നൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ക്ലീൻനെസ് ആണ്. അതെ അതെ. അപ്പോൾ ഇതിന് ഓട്ടോ ക്ലീൻ എന്നുള്ള കൺസെപ്റ്റിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഷവർ സിസ്റ്റം അകത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇത് ഓട്ടോ ക്ലീനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഗതി അല്ലേ? ഉപയോഗിക്കുന്നത്. അതായത് എനിക്ക് ഞാൻ മനസ്സിലായ കാര്യങ്ങൾ പറയാം. അതായത് ഇതൊരു എന്താ പറയുക, 4 ലെയറാണ്. 4 ലെയർ ടെക്നോളജി ചെയ്യുന്ന വളരെ കുറച്ച് ഫേം, എനിക്ക് തോന്നുന്നു 1-2 ഫേമുകളേ ഉള്ളൂ. അതിലൊന്നാണ് നമ്മൾ. അതെ, ടർബോ റെയിൻസ് ടെക്നോളജി. അതായത് ഇതിനകത്ത് തന്നെ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടർബോ റെയിൻസ് ടെക്നോളജി എന്താണെന്ന് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ഏതൊരു വാട്ടർ ടാങ്കിൽ ഇറങ്ങി ക്ലീൻ ചെയ്യണം. അതെ, ഇത് അതിൻ്റെ ആവശ്യമില്ല. താഴെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്ലെറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു ക്ലീനിങ് വെന്റ് കൊടുത്തിട്ടുണ്ട്. ആ വെന്റിലൂടെ നമ്മൾ അതിൻ്റെ വാൽവ് തുറന്നു കഴിയുമ്പോൾ അല്പം ഡസ്റ്റുള്ള അല്ലെങ്കിൽ പിന്നെ കണ്ടാമിനേറ്റ് ഉള്ള വാട്ടർ അതിലൂടെ തന്നെ ഓവർഫ്ലോ ആയിട്ട് നമുക്ക് ഗാർഡനിങ് മറ്റു കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇങ്ങനെ റിൻസ് ചെയ്ത് ഓട്ടോ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് കണ്ടാമിനേറ്റ് വാട്ടർ പുറത്തോട്ട് വരും. അതായത് ഓരോ വോൾസിലും കൃത്യമായിട്ട് വെള്ളം തെറിച്ച് ആ വോൾസ് എല്ലാം തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് താഴെ കൂടെ വെള്ളം പുറത്തോട്ട് വരുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. അതെ. ഇതിപ്പോ നമുക്ക് എത്ര ലിറ്റർ തൊട്ടൊക്കെയാണ് അതുള്ളത്? അത് 1000 ലിറ്റർ ആണ്. 1000 ലിറ്റർ യൂസബിൾ വാട്ടർ കപ്പാസിറ്റി ആണ്. ടോട്ടൽ വരുമ്പോൾ 1200 ലിറ്റർ കപ്പാസിറ്റിയിലേക്ക് വരും. ശരി. ഇതിൽ ഞാനൊരു എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ വാട്ടർ ടാങ്കുകൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഉണ്ടാക്കുന്നത് HDPE, LLDPE. നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? വാട്ടർ ടാങ്ക് മാനുഫാക്ചറിംഗിൽ IS സ്റ്റാൻഡേർഡ് പറയുന്നത് റൊട്ടേഷണൽ മോൾഡിംഗ് ടെക്നോളജി ഉപയോഗിക്കണമെന്നാണ്. റൊട്ടേഷണൽ മോൾഡിംഗ് ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിൽ LLDPE, അതായത് ലീനിയർ ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ് ഉപയോഗിക്കേണ്ടത്. ശരി. അപ്പോൾ അത് ഉപയോഗിച്ചാൽ മാത്രമേ റൊട്ടേഷണൽ മോൾഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ റൊട്ടേഷണൽ മോൾഡഡ് LLDPE വാട്ടർ ടാങ്ക് ആണ്. ആ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് പറ്റുള്ളൂ. ആ ടെക്നോളജിയിൽ പ്രൊഡക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ LLDPE ഉപയോഗിച്ചെങ്കിലേ പറ്റുള്ളൂ. ശരി. അപ്പോൾ അത് പോർട്ടബിൾ വാട്ടർ എന്ന് പറയുമ്പോൾ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റോർ ചെയ്യാനായിട്ട് LLDPE വാട്ടർ ടാങ്ക് ഉപയോഗിക്കണമെന്നുള്ളത് IS സ്റ്റാൻഡേർഡ് സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. റൊട്ടേഷണൽ മോൾഡിങ്ങിൽ LLDPE ഉപയോഗിച്ച് മാത്രമാണ് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഒരു കസ്റ്റമർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിക്കാനായിട്ട്. വാട്ടർ ടാങ്ക് എന്ന് മാത്രമേ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാൻഡേർഡ് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോം ചെയ്തിരിക്കുന്നത് പബ്ലിക് ഹെൽത്ത് അല്ലെ പബ്ലിക് യൂട്ടിലിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഇതിലിപ്പോൾ സ്റ്റാൻഡ് ഇൻബിൽറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണ്ടോ? അതെ. അത് നമുക്ക് ഇത്ര ഹൈറ്റ് അങ്ങനെയുണ്ടോ? അതോ ഇത് 2.5 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്, 4 ഫീറ്റ് ഉണ്ട്, 6 ഫീറ്റും ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ വരുന്നതിനെക്കാട്ടി വ്യത്യസ്തമായിട്ട് റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ള സ്ട്രിപ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വളരെ സ്ട്രോങ് ആയിട്ട് ഏത് സാഹചര്യത്തിലും
സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഡിസൈനാണ് സ്റ്റാൻഡിന് കൊടുത്തിരിക്കുന്നത്. തന്നെയല്ല ഇതിൻ്റെ പൗഡർ കോട്ടഡ് കവറേജ് ആണ്. അതുകൊണ്ട് റസ്റ്റിങ്, ഓക്സിഡേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. തന്നെ ഇതിൻ്റെ കളറിലും ഇത് വർഷങ്ങളായിരുന്നാലും ഈ കളർ തന്നെ പെയിന്റിങ് പോലെ ഫെയ്ഡ് ആകത്തില്ല, ഇത് തന്നെ നിൽക്കും. യെസ്, എനിക്ക് ഇത് വന്നപ്പോഴത്തേക്ക് ഞാനൊന്ന് അനക്കി നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു സംഗതി പറയട്ടെ, നിങ്ങളുടേത് മറ്റുള്ളതിനേക്കാളും വെയിറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തോന്നലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും വെയിറ്റ് കൂടുതൽ. ഓക്കെ. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ ചൂടുണ്ടാവോ, വെള്ളം ചൂടാവോ എന്നുള്ള ചോദ്യം. ഇതിൽ നമ്മൾ സാധാരണ 2 ലെയർ ബ്ലാക്ക് ടാങ്ക് എടുക്കുന്നതിനെക്കാട്ടിൽ 10 to 12 ഡിഗ്രി ടെമ്പറേച്ചർ ഡൗൺ ആയിരിക്കും. ഓക്കെ. കാരണം ഇതിനുള്ളിൽ നമ്മൾ ഒരു UV മാസ്റ്റർ ബാച്ച് അഡീഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഒരു പ്രൊട്ടക്ഷൻ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അത് ടാങ്കിന്റെ പ്രൊട്ടക്ഷനും as well as ഇതിന്റെ ഹീറ്റിന്റെ പ്രൊട്ടക്ഷൻ കൂടിയാണ്. ഓക്കെ. ടാങ്കും യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പെട്ടെന്ന് അങ്ങനെ സാധാരണ ഇങ്ങനെയുള്ള ടാങ്കുകളെ പറ്റി പൊതുവെ പറയുന്നത് പൊടിഞ്ഞു പോകും അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ, അതൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അറ്റ്മോസ്ഫിയറുമായിട്ട് ഇത് കണ്ടിന്യൂസ് 10-15 വർഷങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഇതിന്റെ ലെയറിന് ചെറുതായിട്ടുള്ള ഡീഗ്രേഡേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ UV അൾട്രാവയലറ്റ് റേസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ പ്രിവെന്റ് ചെയ്ത് അതിനെ സ്ട്രോങ് ആയിട്ട് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ UV മാസ്റ്റർ ബാച്ച് ആഡ് ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീക്കേയിങ് ഇഷ്യൂസ് ഉണ്ടാവില്ല. യെസ്. ഇതിപ്പോൾ നമ്മൾ 4 ലെയറിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കത് കൂടാതെ ഇപ്പോൾ 4 ലെയർ വാട്ടർ ടാങ്ക് കൂടാതെ ഇവിടെ മറ്റൊന്ന് ഇരിക്കുന്നുണ്ടല്ലോ, ഇതെന്താ സംഭവം? നമ്മൾ സാധാരണ ഫുൾ ബോട്ടം സപ്പോർട്ടിലാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത്. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ 4 ലെയറിൻ്റെ അത്രയും സ്ട്രെങ്ത് ഇതിന് ആവശ്യമില്ല. ഓക്കെ. യെസ്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് കുറവാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 ലെയറിലേക്ക്, അതായത് ഔട്ട്സൈഡ് വൈറ്റ്, മിഡിൽ ലെയർ ആണ് ബ്ലാക്ക്, ഇൻസൈഡ് വൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിക്വയർമെന്റ്, അതായത് എസ്തെറ്റിക് വ്യൂ അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ കളർ ഷെയ്ഡ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ശരി. അപ്പോൾ ഇതിനെ ഇൻസൈഡും ഔട്ട്സൈഡും വൈറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ മിഡിലിൽ തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് ലെയർ ഉണ്ടാവണം. അതിനാണ് 3 ലെയർ ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിലും ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ ഈ പറയുന്ന 10 ഡിഗ്രി 12 ഡിഗ്രി ടെമ്പറേച്ചർ എപ്പോഴും ഡൗൺ ആയിരിക്കും. പ്രോബ്ലം ഉണ്ടാവില്ല കമ്പയർഡ് ടു അതർ ടാങ്ക്സ്. യഥാർത്ഥത്തിൽ ഈ 3 ലെയർ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞു എന്നല്ല മനസ്സിലാക്കേണ്ടത്. അല്ല. ഓക്കെ. പലപ്പോഴും നമ്മൾ ലെയർ കുറയുമ്പോൾ ക്വാളിറ്റി കുറവ് എന്നുള്ളൊരു തോന്നലുണ്ട്. ടാങ്കിനൊരു അതിന്റെ ബോൾ വിഡ്ത്ത് ഉണ്ട്. ആ വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും മാനുഫാക്ചർ ചെയ്യുന്നത്. വിഡ്ത്ത് ഓൾറെഡി ഉണ്ടാവും. ലെയറിൽ മാത്രമാണ് ഈ മാറ്റം. ലെയറിൽ മാറ്റമാണ്. പക്ക. യെസ്. ഇത് എന്താണ് ഇതിന്റെ ആക്ച്വലി ഇതിനൊരു പർപ്പസ് എന്താണ്? ഇങ്ങനെ വാട്ടർ ടാങ്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ സത്യത്തിൽ? ഇത് യൂറോപ്യൻ കൺട്രീസിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അവർക്ക് സ്പേസ് സേവിങ് എന്നുള്ള കൺസെപ്റ്റാണ്. ഹൈറ്റ്, ഒരു വെർട്ടിക്കൽ ടാങ്ക് വെക്കാൻ ഹൈറ്റ് അവൈലബിൾ അല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തന്നെയല്ല, ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില ബിൽഡിങ്ങിൻ്റെ ഡിസൈൻസ് അനുസരിച്ച് ആപ്റ്റായിട്ട് ടാങ്ക് വെളിയിൽ കാണണ്ട എന്നുണ്ടെങ്കിൽ അവിടേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് എലവേഷനെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ? ഇതും നമുക്ക് ഇത് അവൈലബിൾ ആണോ? പല ലിറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇത് 300 ലിറ്റേഴ്സ്, 500 ലിറ്റേഴ്സ്, 750, 1000. ഇപ്പോൾ ഓൾറെഡി 1500, 2000 എല്ലാം പൈപ്പ് ലൈനിൽ പ്രൊഡക്ഷനിൽ ആണ്. യെസ്. നമ്മുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമുക്കിത് എത്ര വേണം ഏത് വേണം നമുക്ക് തീരുമാനിക്കാം. ഇതെന്താണാവോ? ഇതിനെ നമ്മൾ ക്യാപ്സ്യൂൾ ടാങ്ക് എന്ന് പറയും. ആദ്യം പറഞ്ഞ ക്യാപ്സ്യൂൾ ടാങ്ക് ഇതാണ്. ഇത് ഓവർഹെഡ് ടാങ്ക് തന്നെയാണ്. പക്ഷെ ചിലർ ഇതിനെ പ്രിഫർ ചെയ്യും. കാരണം ഈ സെൽഫ് ക്ലീൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ഫുൾ ഹൈറ്റ് വെർട്ടിക്കൽ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി നിന്നുകൊണ്ട് അകത്തിറങ്ങണ്ട, മനസ്സിലായി, പുറത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അതിപ്പോ നമ്മൾ കണ്ട ആ ടാങ്കും ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. ലോഫ്റ്റും ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ അതിന് ഇങ്ങനെയുള്ള സ്പേസ് സേവിംഗ് കൺസെപ്റ്റ് ഉള്ളിടത്താണ് കൂടുതൽ ഉപയോഗിക്കും. നമ്മൾ ഈ എന്നാ പറയുന്നത് വാട്ടർ ടാങ്കുകളെ കുറിച്ച് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വാട്ടർ ടാങ്കുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട എല്ലാവരും ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമുണ്ട്. സെപ്റ്റിക് ടാങ്ക് നമുക്ക് അതും അവൈലബിൾ ആണ് അല്ലേ? അതും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഇതിലെ പ്രധാനപ്പെട്ട സംഗതി പ്രൊഡക്ഷൻ നമ്മുടെ തന്നെ ആയതുകൊണ്ട്, ഗുഡ്വില്ലിൻ്റെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ആ ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ഇതും നിങ്ങൾ LLDP ടെക്നോളജിയിലാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ 100% വെർജിൻ മെറ്റീരിയൽ LLDP ഉപയോഗിച്ച് തന്നെയാണ് ഈ സെപ്റ്റിക് ടാങ്ക് ചെയ്യുക. ഇത് ശരിക്കും അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇത് അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള മെറ്റീരിയലിൻ്റെ എന്ന് വെച്ചാൽ എക്കണോമിക്കൽ ഗ്രേഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ റീപ്രോസസ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത ഒരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് അണ്ടർഗ്രൗണ്ട് പോകുന്ന സാധനം. ഇതൊക്കെ പിന്നെ മാറ്റാം. ഓവർഹെഡ് ടാങ്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. പക്ഷേ ഇതിലും നമ്മൾ
ആ 100% വെർജിൻ മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ച് നമ്മൾ ഓക്കെ ഓക്കെ. ഇതിൽ തന്നെ പല ഇപ്പം ഫ്ലഷ് അല്ലേ ഇതിൻ്റെയൊക്കെ കണക്ക് പറയും? ഫ്ലഷ് ആണ്. ഓ, അതെങ്ങനെയാണ്? ഫ്ലഷ് പെർ ഡേ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോഴാണ് ഒന്ന് ഫ്ലഷ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അതറിയാം. അപ്പോൾ നമ്മൾ ഏറ്റവും നമ്മുടെ ലോവർ സൈഡിൽ നിന്ന് 15 ഫ്ലഷ് പെർ ഡേ മുതൽ 10 ഫ്ലഷ് പെർ ഡേ മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഹയർ കപ്പാസിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് ചെറിയ അംഗങ്ങളുള്ള സ്ഥലത്താണ് 10 ഫ്ലഷ് തൊട്ട് നമുക്ക് എത്ര വരെയുണ്ട്? നമുക്ക് പിന്നെ അറൗണ്ട് 70 വരെയുണ്ട്. ഓ, അത്രയും നമുക്ക് കൊടുക്കാൻ പറ്റും. 70 ഫ്ലഷ് പെർ ഡേ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെയ്യാൻ ഈ സാധിക്കും. ഫ്ലഷ് പെർ ഡേ എന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യം, കാരണം എങ്കിൽ മാത്രമേ അതിനുള്ള വെള്ളത്തിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുകയുള്ളൂ, ശരി, ക്ലിയർ വാട്ടർ പുറത്തേക്ക് വരുള്ളൂ. യെസ്. പലരും ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ടാങ്കുകൾ ഭൂമിക്കടിയിൽ പോയി കഴിഞ്ഞാൽ പൊട്ടുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. നമുക്ക് അങ്ങനെ ഒരു കാര്യം ചോദ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. അല്ല, ഇപ്പോൾ ആദ്യം ചോദിച്ചത് പിന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയെ പറ്റി ചോദിച്ചത്, അത് കണക്റ്റഡ് ആണ്. യെസ്. ഒരു കാരണവശാലും നമുക്കിത് ബ്രേക്ക് ആവുന്നുള്ള ടെൻഷൻ വേണ്ട, ടെൻഷനില്ല. അതിൻ്റെ തന്നെയല്ലേ സോക്പിറ്റ് ഇവിടെ ചെയ്തു. ഇതുമായിട്ട് ഇതിന്റെ ക്ലിയർ വാട്ടർ പുറത്തേക്ക് വരുമ്പോൾ അതിനെ ഈ സോക്പിറ്റിലേക്ക് വരുത്തിയിട്ട് സോക്പിറ്റിൽ നിന്ന് അടുത്തുള്ള പിന്നെ എർത്തിലേക്ക് അത് അബ്സോർബ് ചെയ്ത് പോകും. ഓക്കെ, അതിനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതും ഇതിനനുസരിച്ചിട്ടുള്ള സൈസ് അല്ലേ നമ്മൾ അതിനും പ്രൊവൈഡ് ചെയ്യുക, അതോ സിംഗിൾ സൈസ് ആണോ? അതിന് സൈസ് ഇല്ല. നമ്മൾ പിന്നെ അതിൽ നിന്ന് മണ്ണിലേക്ക് വെള്ളം പിടിച്ചു പോകുന്നതുകൊണ്ട് അവിടെ ഒരു സൈസ് സ്റ്റോറേജ് വരുന്നില്ല. ഓക്കെ, ഡൺ. അപ്പോൾ ഒരു പ്രോസസിങ് പിറ്റായിട്ട് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അതിലേക്ക് വരുന്ന വെള്ളം പുറത്തേക്ക് പോവാണ്, മണ്ണിലേക്ക് പിടിക്കുക. സാർ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതെന്താ പ്രൊഡക്റ്റ്? വാട്ടർ ടാങ്ക് ആണ്, മനസ്സിലായി. ഇത് നമ്മൾ പിന്നെ വാട്ടർ ടാങ്ക് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജിന് വേണ്ടി സമ്പ്, UG സമ്പ് എന്നാണ് നമ്മളിതിനെ പറയുക. അതായത് വാട്ടർ ഷോർട്ടേജ് ഉള്ള സ്ഥലങ്ങളിൽ ഇതിനെ ഒരു പിന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ വെള്ളം ഫില്ല് ചെയ്യുക, എന്നിട്ട് ഇതിൽ നിന്ന് ഓവർഹെഡ് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുക. ഷോർട്ടേജ് ഉള്ള സ്ഥലങ്ങളിൽ മനസ്സിലായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു സ്പേസ് സേവിങ് ഡിവൈസ് കൂടിയാണ്. കാരണം ഇതിന് അണ്ടർഗ്രൗണ്ടിൽ പോകാം, സ്ട്രോങ് ആയിട്ട് നമ്മൾ അതിൻ്റെ പിറ്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് വരെ അതിന് മുകളിൽ സാധിക്കും. ഇതിൽ സ്പേസ് കുറവുള്ളിടത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന അഡീഷണൽ സ്റ്റോറേജ് സ്പേസ് ആണ്. ഞാനിത് എനിക്കിത് ഇപ്പോഴാണ് ഇതാണ് മനസ്സിലായത്. ഈ പലപ്പോഴും വില്ല പ്രോജക്റ്റില്ലേ, ഇവിടെ സ്പേസ് കൺസേൺ ആയിട്ടുള്ള വില്ല പ്രോജക്റ്റിൽ അവർ എക്സ്ട്രാ ആയിട്ട് ഇതുപോലുള്ള സമ്പുകൾ കൊടുക്കാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട്. അവർ അതിനകത്ത് 5000-8000 ലിറ്ററൊക്കെ ഇത് കൊടുത്തിട്ട് അവിടുന്ന് ഓവർഹെഡ് ടാങ്കിലോട്ട് ഇതിൽ നിന്ന് ചെയ്യുന്ന സംവിധാനം ചെയ്യാറുണ്ട്. ഇൻഡിവിജ്വൽ വില്ലാസിന് തന്നെ കൊടുക്കാറുണ്ട്. വില്ലാസിന് ഇപ്പോൾ 2000 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 1000 ലിറ്റർ ഓവർഹെഡ് ടാങ്കെങ്കിൽ രണ്ട് പ്രാവശ്യം നമുക്ക് പമ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളത് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി സാർ, നമ്മൾ എന്താ പറയുക, ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ ഗുഡ് വിൽ, ആ പേരിൽ തന്നെ ഒരു ഗുഡ് വിൽ ഉണ്ട്. അല്ലേ? നമ്മൾ എത്ര വർഷമായി ഈ ഒരു മാർക്കറ്റിൽ? നമ്മുടെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഈ ഫീൽഡുമായിട്ട് ഒരു 4 പതിറ്റാണ്ടിന് മേലെയാണ് ബന്ധം. ശരി. അപ്പോൾ കാലഘട്ടങ്ങളിലായിട്ട് വന്നപ്പോൾ നമ്മൾ പിന്നെ ഓൺ പ്രോഡക്ട്സ് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അവർ എത്തിക്സിൽ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായ സമയങ്ങളിൽ ഓൺ പ്രൊഡക്ഷൻസിലേക്ക് മാറി. ഓക്കെ. അപ്പോൾ ഇതേതാണ്ട് 1.5 പതിറ്റാണ്ടിന് മേലെയായിട്ട് നമ്മൾ ഈ പ്രൊഡക്ഷൻ ഈ സൈറ്റിൽ നിന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോഡക്റ്റ് പിന്നെ അഡീഷൻ മാർക്കറ്റിന്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് അഡീഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഡീലർ ത്രൂ അല്ലേ നമ്മുടെ ബിസിനസ്സുകളെല്ലാം? ഡീലർ ത്രൂ ആണ് മെയിൻലി. പ്രൊജക്റ്റും ഉണ്ട്. ഞങ്ങൾ ഇതിനകത്ത് റേറ്റ് പറയാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സെയിൽസ് വരുന്നത് ഡീലർ ത്രൂ ആണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, നമ്മുടെ മുറ്റത്തുള്ള ഡീലർ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റ് കിട്ടും എന്ന് വിശ്വസിച്ചോട്ടെ. തീർച്ചയായിട്ടും കിട്ടും. നമുക്ക് പിന്നെ കേരളത്തിൻ്റെ 9 ജില്ലകളോളം ത്രൂ ഔട്ട് സപ്ലൈ ഇവിടെ പിന്നെ ഇത് ഡയറക്റ്റ് ഡീലേഴ്സിൽ കൂടെ കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും നമുക്കിത് അവൈലബിൾ ആവുകയും. യെസ്. അപ്പോൾ അവിടെ നിന്നായിരിക്കും നമുക്ക് എപ്പോഴും പ്രൈസ് ചെയ്യുക. ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് പ്രൈസ് പറയുന്നതിന് പരിമിതികളുള്ളതുകൊണ്ട് നമ്മൾ ആ പ്രൈസ് ദയവായി ഒഴിവാക്കുന്നു. നമ്മൾ ഡീലേഴ്സ് വഴിയാണ് നമ്മൾ ഓപ്പറേറ്റ് എല്ലാ ബിസിനസ്സും നടക്കുന്നത്. യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് വെള്ളം സംഭരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ആകുമ്പോൾ നോർമലി അതിനകത്തെ ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഡയറക്റ്റ് പറഞ്ഞു തരും. സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും അവരവരുടെ മേഖലയിൽ മാസ്റ്റേഴ്സാണ്. അപ്പോൾ പരിമിതമായ അറിവുകൾ ജനങ്ങളിലോട്ട് എത്തിക്കുക നിങ്ങളെപ്പോലുള്ള മാസ്റ്റേഴ്സ് സഹായിച്ചതിന് താങ്ക് യു. വെൽക്കം. എപ്പോഴും പറയുന്നത് സർവീസാണ്. കൃത്യമായിട്ടുള്ള സർവീസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കിട്ടും. അതാണ് പ്രത്യേകത. വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോയും. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ടോക്ക് 20.